ഇന്നത്തെ ഒരു വീഡിയോ മാഗി മേക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മാഗി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും വീട്ടിലോട്ടേക്ക് പോകാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് ഏത് പാൻ ആണെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കൊരു ഗ്യാസ് ഇതെടുത്തിട്ട് കത്തിച്ചെടുക്കാം. എന്നിട്ട് സ്പീഡ് കുറച്ചിട്ട് കത്തിക്കും. വെച്ചിട്ടിടാമ്പോൾ എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം വെച്ചെടുക്കാം, ആവശ്യത്തിന് വെച്ചെടുക്കാം. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന മൂടി പൊട്ടിക്കുക, മൂടി കടിച്ചു. ഇനി ഇത് തുറന്നിട്ടുണ്ട്. അത് 2 മസാല ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, നല്ലതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അതിനോട്ടേക്ക് പൊട്ടിക്കുന്നത് ഇതിൽ വരുന്നത് ഒരു ചെറിയൊരു വെളിച്ചെണ്ണ വരും, സോയാ സോസ് വരും, പിന്നെ സാധാ മെഴുകിൽ വരുന്നത് ഇത് 2 വരും. ഇത് ഒരു ചെറിയ പൈസയോ എന്നാലും ഇട്ടിട്ട് നമുക്ക് ഈ വലിയ വകയാണെങ്കിൽ 5 എണ്ണം കിട്ടുന്നതാണ്. അപ്പം ഇനി ഇത് കുറച്ച് സ്പീഡ് ഇത് ഇനി നമുക്ക് സ്പൂൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഇത് കുറച്ച് ചൂടാവില്ലേ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ചൊക്കെ പുകയൊക്കെ ഇങ്ങനെ കൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു മെയിൻലി നമ്മൾ തമ്പത്തോട്ടാക്കിയിട്ട് കുറച്ചടി ഇതായല്ലോ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇത് തിരിച്ച് വെക്കണം. നല്ല ചൂടുണ്ട്. ഇത് ചെയ്യുന്നതോ ജസ്റ്റ് ഒന്ന് സ്പീഡ് വെക്കുക, എന്നിട്ട് ഇങ്ങനെ പൊട്ടി കൊടുത്തത് ഇതേ കണ്ടോ. മെയിൻലി വെന്ത ഭാഗം തിരിച്ച് വെക്കുമ്പോൾ അടിയിൽ ഭാഗത്തെ ഭാഗം കുറച്ചും കൂടി വെന്ത് കിട്ടും. അപ്പം ഞാൻ തിളച്ച് വരുന്നുണ്ട്, ചെറിയൊരു പുകയൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇതിന് ഒരു പാക്കറ്റായിട്ടും കിട്ടുന്നതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് ഒരു 23 റുപ്യാണ്, പക്ഷേ 5 പാക്കറ്റ് വന്നാണ് എനിക്ക് നല്ലത്. ഇത് ചിക്കൻ നൂഡിൽസ് ആട്ടോ, ഓർഡർ ചെയ്തത് ചിക്കനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കാം. ഈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡ് കൊടുക്കാം, ജസ്റ്റ് ആയി. നമുക്ക് തോന്നിയിടാൻ കുറച്ച് വെള്ളം വേണമെന്നാണ്, നമുക്ക് കുറച്ച് വെള്ളം വെച്ചേക്കാം. ഈ ഒരു ടൈമിങ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു മസാലയില്ല, ഇത് ഉണ്ടാക്കുന്ന രീതിയാട്ടോ വാങ്ങിയിട്ട് വാങ്ങിച്ചാൽ ഈ ഒരു മസാല വെക്കുന്നില്ല. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കിട്ടും. ഇതൊക്കെ ഇടുമ്പോൾ കുറച്ച് സ്പീഡ് കൊടുക്കുക, കൈ കൊടുക്കുന്നത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നെയ്യിടാം. സോയാ സോസ് അപ്പാട് ഈ ആക്കുമ്പോൾ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും എനിക്കിഷ്ടം ലാസ്റ്റ് പ്ലേറ്റിലിടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടുക. ലാസ്റ്റ് ഇടുന്നതായിരിക്കും ഡ്രസ്സ്. കുറച്ച് ലാസ്റ്റ് ഇടാം. ഇങ്ങനെ ഇത് സോയാ സോസ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. ഇതൊരു നിങ്ങൾക്ക് ഒരു ചേർക്കാൻ ചേർക്കണ്ട. ബാക്കിയുള്ള കവേഴ്സ് നമുക്ക് ആദ്യത്തെ കവറിട്ട് ചായ ആദ്യത്തെ സ്പീഡ് കൂട്ടി നല്ലോണം ബന്ധം നല്ല റെഡിയും. ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതേ അനുഭവമുണ്ട്. എനിക്ക് നൂഡിൽസ് പഠിപ്പിച്ചത് മറവ, എൻ്റെ ഇത്താത്ത മറവയാണ്. അവൾ ആദ്യം എനിക്ക് പഠിപ്പിച്ചത് സോയാബീൻ ഇങ്ങനെ വേവിച്ചിട്ട് പൊരിച്ചിട്ട് എരിവുള്ള സ്പൈസി നൂഡിൽസ് ഇടും. അത് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൈ കൊള്ളാണ്ട് ശ്രദ്ധിക്കുക. നല്ല പൊടിയൊക്കെ വീഴും. എനിക്ക് മാഗി ഉണ്ടാക്കുന്നറിയാം, ചായ ഉണ്ടാക്കുന്നറിയാം, ചായ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അതിന് കോഫി ഉണ്ടാക്കിയിട്ട് പിന്നെ സ്റ്റാർബക്സ് പോലത്തെ എന്തോ സാധനം ക്യാപ്ച്ചിനോ അതും ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇനി എനിക്ക് മക്രോൺ ഉണ്ടാക്കുന്ന പഠിക്കണമെങ്കിൽ അത് നാളെ ചെയ്യുന്നതാണ്. അതായത് സെപ്റ്റംബർ 2 ഒക്ടോബർ 2 കുറച്ചൊക്കെ മുമ്പ് വരുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ, നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഇളക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡ് കുറച്ചിട്ടാക്കിയാൽ മതി. ഞാൻ ഫ്രീ ഓഫാൻ കിടക്കണം, ജസ്റ്റ് ഒന്ന് കഴിക്കണം. അറിയില്ല ഇതൊക്കെ പഠിക്കുക. ഇനി ടൈം പോകുന്നുണ്ട്. ജസ്റ്റ് വറ്റോളം ഇതായിട്ട് ഒത്തിരി ബന്ധില്ല, കുറച്ച് വലിച്ചാൽ ഒത്തിരി വെച്ചിട്ടുണ്ട്. അതോന്ന് വെച്ചാൽ ബന്ധില്ലെന്ന് വെച്ചാൽ അങ്ങനെ ജസ്റ്റ് ചെയ്യണം. ഇതേ കുറച്ചുകൂടി ബന്ധോട്ടെന്ന് വിചാരിച്ചില്ല. വിചാരിച്ചിട്ട് ഞാനിത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടി നമുക്ക് ആകുമ്പോൾ തന്നെ സോയാ സോസ് ഇടാമായിരുന്നു. പക്ഷേ സോയാ സോസ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കും, അതിൻ്റെ കളർ തന്നെ മാറിപ്പോൾ. അത് മാത്രമല്ല, എന്നാലും പ്ലേറ്റിലിട്ടിട്ട് അതിലോട്ടേക്ക് സോയാ സോസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. അവിടെ ഞാൻ ചെയ്യാൻ വിചാരിച്ചു. ഇതിൻ്റെ ഗ്രീൻ പാക്കറ്റ് വരുന്നുണ്ട്, ആൻഡ് വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഓറഞ്ച് ടൈപ്പ് വരുന്നുണ്ട്.
പക്ഷേ യെല്ലോ വരുന്നുണ്ടായിരുന്നു. ആ യെല്ലോ പാക്കറ്റിൽ ഒരിക്കലും സോയാ സോസും ഒരു ഓയിലും നമുക്ക് തരുന്നത് തന്നെ ഇത് നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ബന്ധോ നോക്കാം. എല്ലാം വന്നിട്ടുണ്ട്. ഇനി തീ നമുക്ക് കണ്ടടായി ഓഫാക്കി. ഇനി 1 പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 1 പ്ലേറ്റ് എടുത്തിട്ട് 1 പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ ഉള്ളൊരു പ്ലേറ്റില്ല, ഇവിടെ ഉള്ളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇടുക. ആ വടിക്കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഓഫാക്കിയ ഗ്യാസിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അവിടെ ഒരുക്കി പോകാനോ അങ്ങനെ പൊട്ടി പോകാനോ ചാൻസ് ഉണ്ട്. ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കണ്ട ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതിലോട്ടേക്ക് നേരത്തെ പറഞ്ഞ സോയാ സോസില്ലേ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ഇതാക്കുന്നുണ്ട്. ഇങ്ങനെ സോയാ സോസ് നല്ല ശക്തി ഇരിക്കുമല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുക. ഇതും മറവ് ഞാൻ ഒന്നിൽ കുറച്ചത് ആദ്യം നമ്മൾക്ക് അങ്ങനെ അതിലിടലായിരുന്നു. ഇന്നലെ മനസ്സിലായി ഇങ്ങനെ ചെയ്യാം എന്ന്. അത് നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് നീക്കിയിട്ട് നേരത്തെ സ്പൂൺ വെച്ചിട്ട് നന്നായി കളർ വന്നത് ഈ ടൈമിങ് നന്നായി വെട്ടി കൊടുക്കും. നിങ്ങൾ ജൽദി അനക്ക് വെക്കാനാണ് എനിക്ക് വെക്കാനില്ല. ദിസ് ഇസ് മൈ മദറിന്. എനിക്ക് വേണമെങ്കിൽ ഞാനും ഉണ്ടാക്കും. ഇതാക്കും എൻ്റെ ഉമ്മയോടാണ് ശ്രദ്ധിക്കണേ എന്നിട്ട് പറഞ്ഞിട്ട് ആക്കാൻ സമയത്ത് എൻ്റെ ഉപ്പ അറിയാം. പക്ഷെ ഇത് പഠിച്ചതിന് ശേഷം ഒരു ആക്കി തരാൻ നിങ്ങളോട് ചോദിക്കണം. ഉള്ള സാധനങ്ങളുണ്ട്. എങ്ങനെ ഞാൻ മറന്നായിരുന്നു വാങ്ങി വെച്ചത്. ഇപ്പോൾ ഞാൻ എത്ര ഒരു കളറൊക്കെ മാറി നന്നായി ഒട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് നമ്മളിത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെടുത്തുള്ള ഞാൻ ചോപ്സ് കൊണ്ടുവരുത്തായിരുന്നു. ബട്ട് നിനക്കല്ലാത്തതുകൊണ്ട് ചോപ്സിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോസ് ആഡ് ചെയ്യാമായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് സോസ് കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, സുമ്മാക്ക് അത്ര വേണ്ടുള്ളൂ. പിന്നെ ജസ്റ്റ് നമുക്ക് തിന്നാനുള്ള പീസുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ടേസ്റ്റ് എടുക്കാം. ഇങ്ങനെ തോരാ സോട്ടുണ്ടാക്കുന്നു. നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ മാഗി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.